ദുബായ് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പമുള്ളത് സാരിഫ്, ഷാനു, ഷൗൽ അമീർ എന്നിവരാണ്. പതിവ് പോലെ രവിചന്ദ്രന്റെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? അടിമത്തം, സബ്മിഷൻ. ആരോട് സബ്മിറ്റ് ചെയ്ത് നടക്കാന്ന് പറയാം. കുനിഞ്ഞു നിൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. സബ്മിഷൻ, അടിമത്തം നിയമം മൂലം നിരോധിച്ച ഒരു രാജ്യത്തിനാണ് നിങ്ങൾ ഇത് പറയുന്നത്. ഒന്നാമത്തെ രസം അടിമത്തം, സബ്മിഷൻ. അദ്ദേഹം ഇംഗ്ലീഷ് പ്രൊഫസർ ആണല്ലോ പറഞ്ഞല്ലേ? അതെ. അദ്ദേഹം പഠിച്ചിട്ടുള്ള ഡിക്ഷണറിക്കകത്ത് അടിമത്തത്തിന് ഇംഗ്ലീഷ് വേർഡ് സബ്മിഷൻ അതുപോലും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഇസ്ലാം വിമർശനം നടത്തുന്നതെന്നാണ് രസകരമായിട്ടുള്ള കാര്യം. ഞാൻ ബാക്കി പ്ലേ ചെയ്യാം. അടിമത്തം എന്ന് പറയുന്ന ഒരു മനോഭാവം, അതാണ് ഇസ്ലാം കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇസ്ലാം മൂർച്ഛിപ്പിക്കുന്ന മൊറാലിറ്റി. അടിമത്തം. പിന്നെ ബെഗിംഗ് ആണല്ലോ നടത്തുന്നത്. ഭിക്ഷ അത്യാവശ്യം ഗത്യന്തരമില്ലാതെ നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് പരിധിയില്ലാത്ത ഭിക്ഷാടനമാണ് ഇസ്ലാം. എന്താണ് എന്റെ യുക്തി? കൈക്കൂലി പ്രീതിപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനായിട്ട്, അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഫേക്ക് ഐഡിയാണ്, അതൊക്കെ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിപ്പിക്കേണ്ട കാര്യമുണ്ട്. മുഹമ്മദിനെ പ്രീതിപ്പെടുത്താനായിട്ട് സ്വന്തം പിതാവിന്റെ തലയിറക്കും. ഇതിനേക്കാൾ വലിയൊരു ബൂട്ടി ഉണ്ടോ? വേറെ ഇതിനേക്കാൾ വലിയൊരു ഓഫറിംഗ് ഉണ്ടോ? ഇത് കേജ്രിവാളൊക്കെ എതിർക്കുന്ന അഴിമതിയേക്കാളൊക്കെ എത്രയോ വലിയ കൈക്കൂലിയാണിത്. ഒരു ഇസ്ലാമിസ്റ്റ് അവന്റെ ജീവിതത്തിലുടനീളം ഒരു തോർത്ത് വിരിച്ച് ഭിക്ഷ എടുക്കുന്നു, അവന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതിനുള്ളൊരു പ്രശ്നം ഒന്ന്, പിന്നെ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രവിചന്ദ്രൻ ഒരുതരം ചാക്യാർ കൂത്ത് നിലവാരത്തിൽ കുറെ പരദൂഷണ വാക്കുകൾ ഉപയോഗിച്ചൊന്ന് കളിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് സ്റ്റാൻഡ് കോമഡീസ് സാധാരണ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഒന്ന് സബ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെല്ലാവരും എന്തിനെയെങ്കിലും അനുസരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ സമൂഹങ്ങൾ നിലനിൽക്കുള്ളൂ. ഇത് സോഷ്യൽ സയൻസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഈവൻ ലിബറൽ ഫിലോസഫീൻ്റെ ദി ഫൗണ്ടിങ് ഫാദേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്, മനുഷ്യരെല്ലാവരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന പ്രകൃതത്തിലുള്ളവരാണ്. അങ്ങനെ മത്സരിക്കുന്ന സമൂഹമായിരുന്നു ആദ്യമത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം മനുഷ്യർ ഒരുമിക്കപ്പെടാനുള്ള കാരണം അവരെ സം കൈൻഡ് ഓഫ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോസും റെഗുലേഷൻസും കൊണ്ടുവന്ന് അവരെ യുണൈറ്റ് ചെയ്യുന്നു, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരെ നിയന്ത്രിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം അവിടെ ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ ഓർഡർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അവിടെ ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഡിസോർഡർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇപ്പം നമ്മുടെ തന്നെ ഭരണകൂടത്തെയും ഭരണഘടനയും എല്ലാം എടുത്തു നോക്കാം. അത് ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യാതിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഡുകളുണ്ട്. ഇതിനനുസരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തോട് വിദ്വേഷം ആദ്യമേ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ വേർഡ്സ് ട്വിസ്റ്റ് ചെയ്യാം. ഇവിടെ സബ്മിഷൻ എന്നുള്ളത് ഇപ്പം നമ്മൾ ഭരണകൂടത്തിനും ഭരണഘടനയ്ക്കും സബ്മിറ്റ് ചെയ്യുന്നു, അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് അടിമത്തമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ചാക്യാക്കൂത്ത് നിലവാരത്തിൽ കുറെ വിവരക്കേടുകൾ പറയാം. അപ്പൊ ഇത് ശരിക്കും വേർഡ്സ് ട്വിസ്റ്റ് ചെയ്തിട്ട് എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ആള് പറയുന്നുണ്ട് അടിമത്തം നിയമം മൂലം നിരോധിച്ചൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പം എന്നിട്ട് പറയുന്നത് ദൈവത്തിന് സമർപ്പിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ അടിമകളാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുന്നു, സമർപ്പിക്കുന്നു, അതൊക്കെയാണ് പ്രശ്നം. എങ്കിൽ ഇവൻ അടിമത്തം നിരോധിച്ച ഈ നാട്ടില്, ഈ നമ്മുടെ നാട്ടില് ദൈവത്തെ ആരാധിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന് സമർപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ആരാധനകൾ നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ആരാധനകൾ ലീഗലാക്കിയ ഒരു രാജ്യത്ത് നിന്നാണ് ഈ മോഹൻ ഇത് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിലെനിക്ക് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത്. കാരണം നിയമം അടിമത്തം നിരോധിച്ച അതേ നിയമത്തിന് അവർക്കറിയാം, രവിചന്ദ്രൻ പോലുള്ള വിവരദോഷികളല്ല അവിടെ ഉള്ളത് എന്നുകൊണ്ട് അവർക്കറിയാം അടിമത്തം നിരോധിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്ന് ലീഗലാക്കുകയും മറ്റൊന്ന് ഇല്ലീഗലാക്കുകയും ചെയ്ത് അതേ രാജ്യത്ത് നിന്നാണ് ഈ മണ്ടത്തരം വിളിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. മനുഷ്യന്റെ ഒരു ബേസിക് സ്വഭാവമാണ് എന്തിനെങ്കിലും അനുസരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രവിചന്ദ്രൻ പറയുന്നു ദൈവത്തെ അനുസരിക്കുന്നില്ല. അപ്പൊ പിന്നെ ആ സമൂഹം, ആ സൊസൈറ്റി എന്തിനായിരിക്കും അനുസരിക്കുന്നത്? ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ സംഘി പൈസ അതൊക്കെയാണ് മൂപ്പര് സംഘിയുടെ അടിമപ്പടി ചെയ്യുക എന്നുള്ളതാണ് മൂപ്പര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വൈരുദ്ധ്യം അതിനകത്ത് കിടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യരെല്ലാവരും എന്തിനെങ്കിലും അനുസരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിനെ അനുസരിക്കുന്നു, പിന്നെ രാഷ്ട്രത്തെ അനുസരിക്കുന്നു എന്നതിനപ്പുറത്തേക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ റീൽസ് പോലും നമ്മളെ പല രൂപത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈവൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഈ മുതലാളിത്തം എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മളെ ചില സ്വഭാവത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികളുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്താണ് നോക്കാം. അത് ഒരു രൂപത്തിൽ പുതിയതായി ഇറങ്ങുന്ന സിനിമകളായിരിക്കാം, അതല്ലെങ്കിൽ ഇന്നും ബ്യൂട്ടി ഇൻഡസ്ട്രി എന്താണോ പ്രൊമോട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടതായിരിക്കാം. സോ ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണ് അവരെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മുതലാളിത്ത സമ്പ്രദായമാണ് ഇവരെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ദാറ്റ് ഈസ് സ്ലേവറി ആക്ച്വലി. അവരാണ് ശരിക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പോൺ ഇൻഡസ്ട്രിയിൽ ജീവിതം നശിപ്പിക്കപ്പെടുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അവർ ഒരു പക്ഷെ അതിന്റെ തുടക്കത്തിൽ അവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ ചോയ്സ് കൊണ്ടായിരിക്കാം. പക്ഷെ ആ ചോയ്സ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? മാനിപ്പുലേറ്റഡ് ആയിട്ടാണ്. കാരണം അതിലൂടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭൗതിക ജീവിത സുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ ആയിരിക്കും അവരെ അതിലേക്ക് കൊണ്ടുപോയി ഇടുന്നത്. അതുപോലെ തന്നെയാണ് ലഹരിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സം കൈൻഡ് ഓഫ് സബ്മിഷൻ ആൾവേസ് എക്സിസ്റ്റ് അല്ല. എല്ലാ സമയത്തും ചില സ്വഭാവത്തിലുള്ള സബ്മിഷൻസ് നിലനിൽക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യത്തിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണോ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ സബ്മിറ്റ് ചെയ്യണോ എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ വർഷിപ്പ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ മാത്രമേ വർഷിപ്പ് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. ദർ ഈസ് നോ ബഡി ടു വർഷിപ്പ് ഓതേഴ്സ്. അതായത് ഇപ്പോൾ ഒരു എത്തീസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ അവർക്കിടയിൽ തന്നെ പരസ്യമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അവൻ അവിടെ നിന്ന് പൈസ കിട്ടുന്നു, അവൻ അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് അവൻ ആ പണി ചെയ്യുന്നത് ഇവൻ ഇന്ന ആളുകളെ പിന്നെ തെറി പറയാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത ആളുകളാണെന്നൊക്കെ ഇവരുടെ അകത്ത് തന്നെ നടക്കുന്ന സംസാരങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? ദേ ആർ സബ്മിറ്റിംഗ്, ഒന്നില്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ ഖുർആൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം ദേഹേച്ഛകളെ ഇലാഹാക്കിയവർ. ഇപ്പൊ ഒരു സ്വന്തം ഉമ്മ മരിച്ച അവസ്ഥയിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക വികാരമുണ്ട്. ആ വികാരത്തിനും അപ്പുറം അവരെ തെറി പറയാൻ മാനസിക നിലവാരമില്ലായ്മ കാണിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒരിക്കലും ഇപ്പോൾ ഒരു ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ കഴിയൂല. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന എന്തെങ്കിലും മുൻവിദ്വേഷങ്ങൾ ആ വ്യക്തിയെ നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അവിടെയാണ് മനുഷ്യന്റെ ദേഹേച്ഛകൾ മനുഷ്യനെ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു റേപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ ഇലാഹാക്കുന്നത് പിന്നെ അവന്റെ ദേഹേച്ഛനെയാണ്. ഇപ്പോൾ ഒരു കൊലപാതകിയാണെങ്കിൽ അവന്റെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തെ ആയിരിക്കും ഇലാഹാക്കുന്നത്. അപ്പോൾ ദൈവത്തെ അല്ലാതെ ഇലാഹാക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള ഭൗതികമായ അടിമത്തങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അള്ളാഹുവിനെ അനുസരിക്കുന്നവർ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്നു. ആക്ച്വലി അടിമത്തങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് വാസ്തവത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് വളരെ പിന്നെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള കുറെ റീഡിങ്സ് ഉണ്ട്. ആ റീഡിങ്സിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ ഈ നാസ്തികതയെ ബന്ധപ്പെട്ട ചർച്ചയിലോട്ടൊക്കെ വരുമ്പോൾ എത്തീസ്റ്റുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധിയായിരുന്നു, ദർ ഈസ് നോ ഗോഡ് ബട്ട് ഗോഡ്. ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ് എ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഗോഡ് അതർ ദാൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ ഓക്കെ ഗോഡ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തുകൊണ്ട് ദർ ഇസ് നോ ഗോഡ് എന്ന് പറയുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. അതായത് ഇസ്ലാം ശരിക്കും ഉദ്ദേശിക്കുന്നത് നമുക്കൊരിക്കലും സ്റ്റാലിനെ ദൈവമാക്കാൻ കഴിയില്ല, നമുക്കൊരിക്കലും തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ ദൈവമാക്കാൻ കഴിയില്ല. ദ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ദർ ഇസ് ഓൺലി ഗോഡ് ടു വർഷിപ്പ്. അതായത് ദൈവം മാത്രമാണ് വർഷിപ്പിന് അർഹനുള്ളൂ എന്ന് പറയുന്ന ആശയം വാസ്തവത്തിൽ ചെയ്യുന്നത് ഈ രൂപത്തിൽ പലതരത്തിൽ ഉള്ള ഭൗതികമായ അടിമത്തങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക. അതെ അതെ, പലതരം അടിമത്തങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരാളാണ് പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ സബ്മിഷൻ, അവരുടെ സിസ്റ്റം. അത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് നമ്മൾ ഓരോ നിമിഷവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിനെ സബ്മിറ്റ് ചെയ്യണോ, അതല്ല സംഖ്യകൾക്ക് മുമ്പിൽ എന്താണ് അടിമപ്പെടണോ എന്നുള്ളത് മാത്രമാണ് രവിചന്ദ്രൻ പിള്ള ഒരു ഡയലോമ എന്ന് പറയുന്നത്. സംഖ്യകൾക്ക് മാത്രമല്ല, ഒരുപാട് സംഖ്യ, റൈറ്റ് വിങ്, ലിബറലിസം, എത്തിസം. ഇപ്പൊ ആരെങ്കിലും പിന്നെ ഇപ്പൊ ഈ ബൈമിയ കോഫി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും പൈസ എന്ന് പറഞ്ഞാൽ പിരിവിന്റെ അടിയിൽ ഒരു 50 രൂപ ഇട്ട് എന്തെങ്കിലും പണി പറയാൻ പറഞ്ഞാൽ അതും ചെയ്യും. അമ്മാതിരി അടിമത്തം കൊണ്ട് നടക്കുന്ന ശിങ്കിടികളെ ഇടതും വലതും വെച്ചിട്ട് ഇലക്ഷൻ സമയത്ത് ആദ്യം BJP-യുടെ കൊടി പിടിച്ച് നടക്കും, കുറച്ച് LDF-നെ നടക്കും. അങ്ങനെ ഒരുപാട് ദൈവങ്ങളെ ഇലാക്കി നടക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ അർത്ഥത്തിൽ പറയാം. സബ്മിഷൻ അത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. സ്ലേവറി എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു വിധേയത്വമാണ്. അപ്പൊ അതൊരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അവിടെ. പക്ഷെ സബ്മിഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു വോളണ്ടിയർലി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് പോലും ഇംഗ്ലീഷ് അധ്യാപകരായ ഇദ്ദേഹത്തിന് അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പോ ഈ ഭിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഓഫ്കോഴ്സ് അത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായിരിക്കും. ശരിക്കും ഇപ്പോൾ ഇസ്ലാമിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും തന്നെ പണം ആവശ്യപ്പെടുന്ന ദൈവം എന്ന കാഴ്ചപ്പാടിനല്ല നമ്മൾ കാണാം. മറിച്ച് ഇപ്പോ ഖുർആനിക വചനങ്ങളിൽ തന്നെ കാണാൻ കഴിയും, വഴിപോക്കർക്ക്, അനാഥർക്ക്, അവർക്കൊന്നും നിങ്ങൾ സഹായിക്കുന്നില്ല, അവർക്കൊന്നും നിങ്ങൾ ഈ കാണുന്ന സഹായങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, കോറായിട്ടുള്ള ഐഡിയ ആണ് സദക്ക എന്ന് പറയുന്നത്, സക്കാത്ത് എന്ന് പറയുന്നതൊക്കെ. അതായത് ഈ പറയുന്ന ആശയങ്ങളെല്ലാം ചെയ്യുന്നത് സ്വന്തമായി പൈസ ശേഖരിച്ച് വെക്കാനല്ല. ഭിക്ഷാടനം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ചോദിക്കാനല്ല, എന്ന് മറിച്ച് സൊസൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ, ഈവൻ എക്കണോമിക്കലി പോലും സൊസൈറ്റിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനുള്ള സ്വഭാവത്തിലേക്ക് മനുഷ്യരെ മാറ്റുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ മണ്ടത്തരം പറയുന്നത്. നമ്മള് ദൈവത്തോട് ചോദിക്കുന്ന പ്രാർത്ഥനകളാണ് പുള്ളി ഭിക്ഷാടനം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിലും പ്രശ്നമില്ല. അതെ, അല്ല നേരത്തെ ഷാവുൽ പറഞ്ഞ പോലെ തന്നെ ഭിക്ഷാടനം നിരോധിച്ച വിലക്കിയ ഒരു മതം ഇസ്ലാം മാത്രമായിരിക്കും.
അത് ഭിക്ഷാടനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിക്കുന്ന നേരത്തെ പറഞ്ഞ സദക്ക പോലെ സക്കാത്ത് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാം മാത്രമായിരിക്കും. ഭിക്ഷാടനമാണ് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ, ഇനി അതല്ല ദൈവത്തോട് ചോദിക്കുന്നതാണ് ഭിക്ഷാടനമെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ വിലക്കേണ്ടി വരും? ഒരു ചെറിയ കുട്ടി തൻ്റെ അമ്മയോട് ഭക്ഷണം ചോദിക്കുന്നത് ഭിക്ഷാടനം അദ്ദേഹം കണക്കാക്കുമോ? അദ്ദേഹം പറയും അത് അടിമത്താണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അല്ലെങ്കിൽ 2 മാസം പ്രായമുള്ള കുട്ടി പാലിന് വേണ്ടി കരയുക, അത് ഭിക്ഷാടനം അദ്ദേഹം കണക്കാക്കും. രവി ഈ ഒരു ടോക്കിൽ ഉടനീളം ചെയ്യുന്നത് വേർഡ്സിനെ ഡിസ്റ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ സബ്മിഷൻ എന്നുള്ളതിനെ നേരെ ഒന്ന് ചെറുതായി മാറ്റി സ്ലേവറി ആക്കി ചോദിക്കാൻ. ഒന്ന് മാത്രമല്ല, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അതിന് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല തലങ്ങളുണ്ട് എന്ന് പറയുന്ന ചിന്തകരുണ്ട്. ഇപ്പോൾ ജോർദാൻ പീറ്റേഴ്സിനെ പോലെയൊക്കെയുള്ള ആളുകൾ, പിന്നെ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പല പഠനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ പറയുന്ന ഒരു കാര്യം, ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെന്റൽ ഓർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ ചുമ്മാ കാണുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും തന്നെ എന്താണ് തൻ്റെ നീഡ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യമേ ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കും. പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും താൻ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, താൻ എങ്ങനെയാണ് ലോകത്തെ നോക്കി കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണയുള്ളവനാണ് ആ ധാരണയെക്കുറിച്ച് പഠിച്ചവനോട് ചോദിക്കാൻ പറ്റുള്ളൂ. സോ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക് സെൻസിൽ പോലും മനുഷ്യനിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യവും മനുഷ്യനെ വളരെ പോസിറ്റീവായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഭിക്ഷാടനം എന്നൊക്കെ പറഞ്ഞ് ഈ കോമാളി നിലവാരത്തിൽ സംസാരിക്കുക എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്, രവിചന്ദ്രൻ ഒരു ചാക്യാർകൂത്ത് നിലവാരത്തിൽ കൊണ്ടുപോയി നിർത്താൻ കൊള്ളാം. അതല്ലാതെ ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസ്കഷനൊന്നും എടുക്കാൻ പറ്റൂല. പ്രാർത്ഥനയെ കുറിച്ച് ഷാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതിൽ കുറച്ച് സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. രവിക്ക് സയന്റിഫിക് ഇത്തരം സ്റ്റഡീസ് ഒക്കെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. കക്കൂസിലും കുളിമുറിയിലും കയറുന്ന മതം, എന്താണ് അതിന്റെ ലോജിക്? മനുഷ്യന് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം, നിങ്ങൾ ഏതെല്ലാം കാര്യത്തിലാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്? പ്രിയ സുഹൃത്തെ, നിങ്ങൾ ജീവിതത്തിൽ ഏതെല്ലാം കാര്യത്തിലാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്? നിങ്ങളുടെ തലയില് മുകളിലുള്ള ഈ മസ്തിഷ്കം അത് പ്രവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ നിങ്ങളുടെ അറിവിന്റെയും കഴിവിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ എത്ര കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നത് ഇസ്ലാം കുറെ നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും. ഇസ്ലാമിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതാണ്. ഓരോ ഘട്ടത്തിലും മനുഷ്യന്റെ ആവശ്യമുള്ള ഘട്ടത്തിലൊക്കെ ഇസ്ലാമിൻ്റെതായ നിർദ്ദേശങ്ങളുണ്ട്. ഈവൻ അത് ബാത്റൂമിൽ കയറുന്ന രംഗത്തായാലും വിവാഹ രംഗത്തായാലും ജോലി സ്ഥലത്തായാലും ഏത് രംഗത്തായാലും ഇസ്ലാമിന് കുറെ നിയമങ്ങളുണ്ട്. അതൊക്കെ എന്താ അടിമത്തമാണ്, അതിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വണ്ടിയായിട്ടൊന്നും ദുബായ് റോഡിലൂടെ വരരുത്, കാരണം അവിടെ കുറെ നിയമങ്ങളുണ്ടല്ലോ, ട്രാഫിക്കിന് കുറെ നിയമങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അദ്ദേഹം ഞാൻ എന്റെ ബുദ്ധിയെ ഇവിടുത്തെ ദുബായ് ഗവൺമെന്റിന് പണയം വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തോന്നിയ മാതിരി വണ്ടി ഓടിക്കുന്നൊരു സംശയമുണ്ട്. അദ്ദേഹം വണ്ടിയുമായിട്ട് ദുബായിലിട്ടൊന്നും വരാതിരിക്കുന്നതായിരിക്കും നന്നാവെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഷാഹുൽ പറഞ്ഞ പോയിന്റ് പ്രസക്തമാകുന്നത്. നിയമങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. നമ്മൾ നോക്കുന്നത് ഏത് നിയമമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വെൽബീയിങ്ങിന് ബെറ്റർ ആയിട്ടുള്ളത്, ഏത് നിയമമാണ്, ഏത് നിബന്ധനകളാണ് നമ്മുടെ വെൽബീയിങ്ങിന് എതിരെ ഉള്ളത്. അതാണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. ഇപ്പം പ്രാർത്ഥനയുടെ കാരണം പറഞ്ഞിട്ട് 24/7 പ്രാർത്ഥിക്കുന്നു. അത് ഹ്യൂമൻ സ്പിരിച്വാലിറ്റിയെ ബെറ്റർ ആക്കുകയും മനുഷ്യന്റെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പോസിറ്റീവ്, നമ്മുടെ വെൽബീയിങ്ങിന്റെ മുകളിൽ പോസിറ്റീവ് എഫക്റ്റ് ആണ് അത് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് രീതി, ഇപ്പം ഇസ്ലാമിലുള്ള വലിയൊരു റെസ്ട്രിക്ഷൻ ആണ് മദ്യം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. വലിയ റെസ്ട്രിക്ഷൻ ആണ്, അപ്പൊ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ആലോചിച്ച് നോക്കാം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? സാമ്പത്തിക ഗുണം. രണ്ടാമത് എന്താണ്? ശാരീരികമായ ഗുണങ്ങൾ. സൊസൈറ്റിയിൽ എന്താണ്, വേറൊരു മോശമായ രീതിയിൽ സൊസൈറ്റിയിൽ പെരുമാറേണ്ടി വരില്ല. ഫാമിലിയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസും ഈ ഒരു റെസ്ട്രിക്ഷനോടെ ഒഴിവാക്കുന്നു. ഇനി നമ്മൾ ആരെങ്കിലും ഇന്നേ വരെ ഏതെങ്കിലും ഒരു മദ്യഷോപ്പ് കണ്ടിട്ട് അവിടുന്ന് എങ്ങനെയാ ഇപ്പൊ കുടിക്കാണ്ടിരിക്കുക എന്ന് വെച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ശീലിക്കാത്തതുകൊണ്ട് തന്നെ, നമ്മളത് കഴിക്കാത്തതുകൊണ്ട് തന്നെ അതൊരു രീതിയിലും നമ്മളെ പ്രലോഭിപ്പിക്കുന്നില്ല. അത് കാണുമ്പം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ആരും ടെൻഷൻ അടിക്കുന്നില്ല. അപ്പൊ ഒരു രീതിയിലുള്ള നെഗറ്റീവ് കോൺസിക്വൻസസും ഇല്ല. എന്നാൽ അതേ സമയത്ത് എല്ലാ രീതിയിലുള്ള ബെറ്റർ കോൺസിക്വൻസ്, ഈ അഡിക്ഷൻ പ്രോബ്ലംസ് ഇതൊന്നും ഇല്ല. ലൈക്ക് എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ് മാത്രം നൽകുന്ന ഒരു നിയമം. രവി പറയുന്നത് അത് ഒഴിവാക്കണം. നിങ്ങൾ കള്ള് കുടിക്കാതിരിക്കുന്നത് അടിമത്താണെന്നാണ് രവി പറയുന്നത്. നിങ്ങളിവിടെ കള്ള് കുടിക്കാൻ അടിമത്താണ്, അപ്പൊ അടിമത്തൊന്നും മോചിതനാവണമെന്നാണ് പറയുന്നത്. എന്നിട്ട് കള്ളിന്റെ അടിമയാണോ? അതെ അതെ. ഓക്കെ, ഇതിന്റെ ഇടക്ക് മൂപ്പര് ഒരു കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിതാവിനെ കൊന്നു എന്നുള്ള സംഭവം. ഇത് ആരെ കുറിച്ചാണ്, ഏത് രീതിയിലാണ് പറയുന്നത്, എന്താണ് സംഭവം എന്നുള്ളത് നോ ഐഡിയ. ഇവിടെ ഇങ്ങനൊരു സംഭവം നമുക്ക് സഹിഹായ ഹദീസുകളിലൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ സീറയിൽ ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഓതൻസിറ്റി ഡിസ്പ്യൂട്ടഡ് ആണ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് സഹി ബുഖാരിയിലോ സഹി മുസ്ലിമിലോ പോലെയുള്ള ആധികാരിക സ്രോതസ്സുകളല്ല. എന്നാൽ സീറയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ
ആധികാരികത കുറഞ്ഞിട്ടുള്ള പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് യുദ്ധത്തിന്. അത് പറയൂല, അത് കട്ടിട്ടല്ലേ പറയുള്ളൂ. അപ്പൊ യുദ്ധത്തിന് ഒരു സഹാബി പോവുകയാണ്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ആളെ കൊല്ലാൻ വേണ്ടി വന്നു. കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ആളെന്ത് ചെയ്തു? പിതാവാണ് എന്ന രീതിയിൽ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയി യുദ്ധം തുടർന്നു. പിതാവ് അവിടെയും വന്നു, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പിന്നീട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പിതാവിനെ കൊല്ലുന്ന ഇൻസിഡന്റ് സംഭവിക്കുന്നത്. ഇതാണ് സഹാബി സ്വന്തം പിതാവിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരെ വരുത്തി തീർക്കുന്ന സംഭവം. അതായത് യുദ്ധത്തിലാണ് ഒന്നാമത്തെ കാര്യം. യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന്റെ വിഭാഗത്തിലാണ് പിതാവ് വരുന്നത്. എന്നിട്ടും പിതാവിനെ 2-3 പ്രാവശ്യം അവോയ്ഡ് ചെയ്യുകയും പിന്നീട് ഗത്യന്തരമില്ലാതെയാണ് പിതാവിനെ കൊല്ലുന്നത്. അതാണ് വലിയ കാര്യം. അതും ഓതന്റിക് ആയിട്ടുള്ള സ്രോതസ്സുകളിൽ വന്നതല്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കുക. സീറകളിൽ വന്നിട്ടുള്ള സംഭവമാണ്. തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം പോലെയുള്ള വളരെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുകയും ഇല്ല. ഇതാണ് മൂപ്പര് കൊണ്ടുവരുന്ന തെളിവ് എന്ന് പറയുന്നത്. അങ്ങനെ വളച്ചൊടിച്ചിട്ട് കാര്യങ്ങൾ പറയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ സ്വന്തം മാതാവ് മരിച്ചു കിടക്കുമ്പോൾ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത രൂപത്തിൽ പ്രതികരിച്ച ആള് ഇയാളുടെ കൂടെയുള്ള ആരിഫാണ്. അപ്പൊ ആ മാതാപിതാക്കളോട് അങ്ങനത്തെ കുറച്ച് സ്നേഹം ഉണ്ടെങ്കിലൊക്കെ സ്വന്തം കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണമെന്ന് രവിയോട് ഉപദേശിക്കാൻ ഉള്ള ഒരു സമയത്ത് തീർക്കാൻ തോന്നും. യു ആർ ടൈഡ് ടു എ ബുക്ക്. ഇറ്റ്സ് നോട്ട് ഈവൻ എ ബുക്ക്. അത് എഴുതിയ ആള് കണ്ടിട്ടില്ല. മുഹമ്മദ് കണ്ടിട്ടില്ലല്ലോ ഖുർആൻ. ഒരു സാധ്യതയില്ല. എന്തൊക്കെയാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഹമ്മദിനോട് ചോദിച്ചാൽ മുഹമ്മദ് കംസ് ബാക്ക്, നോ വേ ഹി കൻ സേ എന്താണ് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതെന്നും ഞാൻ ചിന്തിച്ചതെന്നും പറഞ്ഞ് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. എന്നെ കുറിച്ച് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. പക്ക സാഹിത്യം. പക്ഷേ ഈ സാഹിത്യം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം കലുഷിതമാക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വിഷയം. മൂപ്പരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു കള്ളം പറഞ്ഞ് ഒരു പരസ്പര ബന്ധമില്ലാത്ത വേറൊരു കള്ളാണ് പറയുന്നത് എന്നുള്ളതാണ്. ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ആളുകൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടരുത്. ഈ കള്ളം ചിന്തിച്ചാൽ അല്പം പൊളിയല്ലോ, അതിന് സമയം കൊടുക്കാതെ അടുത്തിലോട്ട് ചാട്ടങ്ങൾ ചെയ്യാം. ആ ഒരു ലിങ്ക് ചെയ്ത് പോകുന്നത് വളരെ രസകരമാണ്. ഒരു ബന്ധമില്ലെങ്കിലും ലിങ്ക് ചെയ്യുന്നുണ്ട്. ഖുർആന് മുഹമ്മദ് നബി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. 2 അതിൽ സാഹിത്യമാണ്. ആ സാഹിത്യം വെച്ച് ലോകത്ത് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എനിക്കൊന്ന് പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് വിമർശിക്കാനെങ്കിലും എന്താണെന്ന് അതിന്റെ ബേസിക് കാര്യങ്ങളെങ്കിലും പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇവരോട് എന്നും പോലെ പറയാനുള്ളത്. അദ്ദേഹം എനിക്കൊന്ന് പിന്നെ യേശു ക്രിസ്തു ബൈബിൾ കണ്ടിട്ടില്ല, അതേപോലെ തന്നെയാണ് മുഹമ്മദ് നബിക്ക് ശേഷം ആരൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഖുർആൻ എന്നുള്ളത്. അത് സ്വാഭാവികമായും എന്താണ് ബൈബിളിന്റെ വിഷയത്തിൽ നമ്മൾ ആ വിമർശനം പറയാറുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം, പല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സഹിക്കാൻ പറ്റാതെ അവർ തിരിച്ച് അതേ കാര്യം പറയും, കള്ളം പ്രചരിപ്പിക്കും. ആ പ്രചരിപ്പിച്ചതിൽ പാവം സാധുപ്പെട്ടു പോയതാണ് എന്നാണ് തോന്നുന്നത്. കാരണം സ്വന്തമായി ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ഈ പറഞ്ഞതുപോലെ സംഖ്യകൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അടിമപ്പെട്ടിട്ടാണ് ആള് ജീവിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അപ്പൊ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് മൂപ്പർ ഉദ്ദേശിച്ചത് മുസ്ഹഫ് കണ്ടിട്ടില്ല എന്നായിരിക്കും, ഇന്നത്തെ ഖുർആൻ കോഡീകരിച്ച് കണ്ടിട്ടില്ല എന്നായിരിക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പറ്റേ. അതിലുള്ള ഗ്യാപ്പ് മൂപ്പർ കൊടുത്തിട്ടില്ല. മൂപ്പർ വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വന്നാൽ ഖുർആനിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് മൂപ്പർക്ക് അമളി പറ്റിപ്പോയത്. കാരണം മറ്റേ പറഞ്ഞ അങ്ങനെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടരുത്, ഞാൻ മുസ്ഹഫാണ് ഉദ്ദേശിച്ചതെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അത് പറ്റില്ല. കാരണം ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എന്താണ് മുസ്ഹഫിൽ എഴുതിയത് എന്ന് ചോദിച്ചാൽ, എന്താണ് ഖുർആനിൽ എഴുതി വെച്ചതെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ആൾ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി ഇത് പറയാൻ കഴിയും എന്ന് മാത്രമല്ല, നമ്മൾ ഹദീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആധികാരികമായി സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ തുടക്കം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടതാണ് ഖുർആൻ. ആ അവതരിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബികളോട് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മനപ്പാടമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സഹാബികൾ പലരും ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ മനപ്പാടമാക്കിയിട്ടുണ്ട്. ആ സഹാബികളാണ് പിന്നീട് ഈ എഴുതി വെച്ചതും ഉപയോഗിച്ചുകൊണ്ട് മനപ്പാടമാക്കിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ എഴുതി വെച്ചതുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് ക്രോഡീകരിക്കുന്നത്. എവിടെയൊക്കെയാണ് ഏതൊക്കെ സൂറത്തുകൾ വെക്കേണ്ടത് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാം തുടക്കം മുതൽ അവസാനം വരെ, ഖുർആന്റെ തുടക്കം മുതൽ അവസാനം വരെ പല ആവർത്തി വായിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ അദ്ദേഹത്തിന്റെ നമസ്കാരങ്ങളിൽ ഓതാറുണ്ടായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ഖുർആൻ പാരായണം നിരന്തരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. അദ്ദേഹം ആക്ച്വലി സഹാബികളെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ ഓത്ത് കേട്ടിട്ടുണ്ട്. അതേപോലെ അവരുടെ ഓത്തുകൾ തിരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ചെറിയ പിഴവുകൾ സംഭവിക്കുമ്പോൾ തിരുത്തിയിട്ടുണ്ട്. അതേപോലെ അത് ഓതറൈസ് ചെയ്തിട്ടുണ്ട്.
എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം തുടക്കം മുതൽ അവസാനം വരെ അത് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. മരണത്തിന് മുമ്പ് ആവർത്തിച്ച് അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തു. ജിബ്രീല് ചെക്ക് ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ സമൂഹം മുഴുവൻ കാണാപ്പാഠം പഠിച്ച, അവർ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഖുർആനാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് മൂപ്പർക്ക് യാതൊരു ബോധം പോക്കണമില്ലാത്ത നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രം വിഷയത്തിൽ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഒരൊറ്റ ക്ലിപ്പിൽ വിവരക്കേടുകളുടെ മാലപ്പടക്കവുമായി വന്ന രവിചന്ദ്രന്റെ മറുപടിയാണ് നമ്മൾ ഇത്ര പറഞ്ഞത്. ആലോചിക്കും, നമ്മളെ ആദ്യം പറഞ്ഞ വിഷയം, പിന്നെ പറഞ്ഞ വിഷയം, പിന്നെ പറഞ്ഞ വിഷയം ഒരു ബന്ധമില്ല. യാതൊരു ബന്ധമില്ല. ഭീകരവാദത്തിനും മറ്റേ പൊളിറ്റിക്സിലേക്കൊക്കെ പോകുന്നുണ്ട്. പശുവിനെ തെങ്ങി കെട്ടിയിട്ട് തെങ്ങിന്റെ പ്രശ്നം പറഞ്ഞിട്ട് തെങ്ങിന്റെ തേങ്ങയുടെ പ്രശ്നം പറഞ്ഞിങ്ങനെ പോവാണ്. അല്ല, എനിക്ക് തോന്നുന്നു രവി അത് തന്റെ ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ, എന്റെ ഓഡിയൻസിന്റെ കപ്പാസിറ്റി എത്രത്തോളാണെന്ന് മനസ്സിലാക്കി അവർ പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഡിബേറ്റ് ടാക്ടിക് ആണ്, മെഷീൻ ഗൺ ടാക്ടിക് എന്നൊക്കെ പറയാം. അതായത് ഒറ്റ ശ്വാസത്തിൽ ഒരു 10 പിന്നെ ആർഗ്യുമെന്റ്സ് പറയാം. പ്രത്യേകിച്ച് നാസ്തികരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും പരദൂഷണം പറയുന്ന പണിയായിരിക്കും ഉണ്ടാവുക. അപ്പം ഉത്തരം പറയുന്നവർക്കാണ് എന്തെങ്കിലും പണിയുള്ളത്. വായി തോന്നിയത് പറയുന്നവർക്ക് ബുദ്ധിന്റെ അതാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും പറഞ്ഞപ്പോ ഒരു സ്ഥലം വൃത്തികേടാക്കാൻ വലിയ പ്രയാസമല്ലല്ലോ, അത് വൃത്തിയാക്കി എടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.